2023 ഓഗസ്റ്റ് 28-ന് ബംഗ്ലാദേശിലെ ചിറ്റഗോങ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സ്ഥലത്താണ് ഈ ഒരു കഥ നടക്കുന്നത്. അവിടെ ഷിബിലി സാദിഖ് എന്ന് പറയുന്ന ഒരു പയ്യനുണ്ടായിരുന്നു. 20 വയസ്സായിരുന്നു ആ പയ്യന്റെ പ്രായം. അപ്പോൾ ആ പയ്യൻ കോളേജിലൊക്കെ പഠിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ഫാമിലിയുടെ ഒക്കെ ഒരു അവസ്ഥ നോക്കുകയാണെന്നുണ്ടെങ്കിൽ സാമ്പത്തികമായിട്ട് വളരെയധികം പരിങ്ങലിലൂടെയായിരുന്നു ആ ഫാമിലി പോയിരുന്നത്. ഈ പയ്യൻ്റെ അച്ഛൻ ഒരു ലോറി ഡ്രൈവർ ആയിരുന്നു. ആൾക്ക് ആ ഒരു വരുമാനം കൊണ്ട് കുടുംബം തന്നെ നോക്കാനായിട്ട് കഷ്ടപ്പെടുന്ന ഒരു സിറ്റുവേഷനായിരുന്നു ഉണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ ഷിബിലിയുടെ കോളേജ് ഫീസും ബാക്കിയുള്ള എക്സ്പെൻസും ഒക്കെ എന്താ പറയുക ആളെ കൊണ്ട് കൂട്ടിയിട്ട് കൂടുന്നുണ്ടായിരുന്നില്ല. ഈ ഒരു സിറ്റുവേഷനും മറ്റുമൊക്കെ മനസ്സിലാക്കിയ ഷിബിലി താൻ പഠിക്കുന്നതിനോടൊപ്പം തന്നെ എന്തെങ്കിലും ജോലി ചെയ്തിട്ട്, അതായത് വല്ല പാർട്ട് ടൈം ജോലി എങ്ങാനും ചെയ്തിട്ട് തൻ്റെ എക്സ്പെൻസസ് എങ്കിലും മീറ്റ് ചെയ്യണം എന്നുള്ളൊരു ചിന്തയിലോട്ട് എത്തുകയാണ്. അങ്ങനെ ഷിബിലി ജോലി അന്വേഷിച്ച് തുടങ്ങി. അവസാനം തൻ്റെ നാട്ടിലെ തന്നെ ചിക്കൻ ഫാമിൽ മാനേജറായിട്ട് ജോലി ലഭിക്കുകയാണ്. രാവിലെ തന്നെ ഷിബിലി നേരെ കോളേജിലോട്ട് പോകും. അതിനുശേഷം നേരെ ആ ഒരു ഫാമിലോട്ട് വരും. പിന്നീട് അവിടെയുള്ള ജോലികളും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് തിരിച്ച് വീട്ടിലോട്ട് വരും. അതായിരുന്നു ഷിബിലിയുടെ ഒരു റൊട്ടീൻ. അന്നത്തെ ദിവസം ഓഗസ്റ്റ് 28-ാം തീയതിയും രാവിലെ തന്നെ കോളേജിലോട്ട് പോയതായിരുന്നു. അതിനുശേഷം ജോലിക്കും പോയി. എന്നാൽ സമയമായിട്ടും വീട്ടിലോട്ട് എത്തിയില്ല. അപ്പോൾ വീട്ടുകാർ വിചാരിച്ചു ഇന്ന് കുറച്ച് നേരം വൈകിയായിരിക്കും എന്ന് വിചാരിച്ചു. അതിനുശേഷം കുറച്ച് നേരം കൂടെ കാത്തു നിന്നു. എന്നാൽ ആ ഒരു സാധാരണ ഒരു സമയം കഴിഞ്ഞ് പിന്നെയും ലേറ്റായിട്ടും ഷിബിലി എത്തിയിട്ടുണ്ടായിരുന്നില്ല. അതിനുശേഷം ഷിബിലിയുടെ ഫോണിലോട്ട് ട്രൈ ചെയ്തിട്ടും കിട്ടുന്നുണ്ടായിരുന്നില്ല. അങ്ങനെ ആകപ്പാടെ പേടിച്ചു പോയ ഷിബിലിയുടെ അമ്മ ആ ഒരു ഫാമിൻ്റെ ഓണറിനെ വിളിക്കുകയാണ്. ഫാമിൻ്റെ ഓണറിനെ വിളിച്ച് സംസാരിച്ചപ്പോൾ ഫാം ഓണർ പറഞ്ഞത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്നത്തെയും പോലെ ഷിബിലി വന്നിട്ടുണ്ടായിരുന്നു. കറക്റ്റ് സമയമായപ്പോൾ അവിടെ നിന്ന് പോയി. എങ്ങനെയുള്ള കാര്യങ്ങളായിരുന്നു ഫാമിൻ്റെ ഓണർ പറഞ്ഞത്. ഇതുകൂടെ ആയപ്പോൾ അമ്മ ഒന്നുകൂടെ പേടിച്ചു. മകൻ എന്ത് പറ്റിയെന്ന് അറിയുന്നതിന് വേണ്ടിയിട്ട് എന്തായാലും ആ ഒരു ഫാം വരെ ഒന്ന് പോയി നോക്കാമെന്ന് വിചാരിച്ചുകൊണ്ട് വീട്ടിൽ നിന്നും പുറത്തിറങ്ങുകയാണ്. ആ സമയത്താണ് ഷിബിലിയുടെ ഫോണിൽ നിന്നും അമ്മയുടെ ഫോണിലോട്ടൊരു കോൾ വന്നത്. അമ്മ ഒരു കോൾ അറ്റൻഡ് ചെയ്തു. അപ്പുറത്തെ സൈഡിൽ ഷിബിലി തന്നെ ആയിരുന്നു. ആൾ പറഞ്ഞെന്താണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്നെ ആരൊക്കെയോ ചേർന്ന് തട്ടിക്കൊണ്ട് പോയിക്കുകയാണ്. അപ്പോൾ എങ്ങനെയെങ്കിലും അച്ഛനോട് പറഞ്ഞ് എന്നെ ഒന്ന് രക്ഷിക്കണം, എന്താണ് സംഭവിക്കുന്നതെന്നൊന്നും എനിക്കറിയില്ല. അതേപോലെ തന്നെ ഞാനിനി തിരിച്ചു വിളിക്കാതെ ഈ നമ്പറിലോട്ട് വിളിക്കേണ്ട, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പറയുകയാണ്. അപ്പോൾ ഈ ഒരു അമ്മ ചോദിച്ചു നീ എവിടെയാണ്, എന്താണ് പറ്റിയതെന്നുള്ള കാര്യങ്ങളൊക്കെ ചോദിക്കുകയാണ്. എന്നാൽ അതിനൊന്നും മറുപടി പറഞ്ഞില്ല. അത്രത്തോളം പറഞ്ഞുകൊണ്ട് ആ ഒരു കോള് കട്ടാവുകയായിരുന്നു. അതിനുശേഷം സംഭവിച്ചത് ബംഗ്ലാദേശിനെ തന്നെ ഞെട്ടിച്ച കുറച്ച് കാര്യങ്ങളായിരുന്നു. അപ്പോൾ എന്താണ് ഷിബിലിക്ക് സംഭവിച്ചത്? ആരാണ് ഷിബിലിയെ തട്ടിക്കൊണ്ടുപോയത്? ഈ കേസിൽ എന്തൊക്കെയാണ് ഉണ്ടായത്? ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെയാണ് ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ സംസാരിക്കാൻ പോകുന്നത്. ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു ദ ചാനൽ. റസീൻ ദിസ് സൈഡ്. ഷിബിലിയുടെ കാര്യം പറയാന്നുണ്ടെങ്കിൽ എങ്ങനെയെങ്കിലും പഠിച്ച് രക്ഷപ്പെടണം, തനിക്ക് നല്ലൊരു ഫ്യൂച്ചർ വേണം, അങ്ങനെയുള്ളൊരു ലക്ഷ്യബോധത്തോട് കൂടിയിട്ട് പഠിച്ചുകൊണ്ട് നിന്നിരുന്ന ഒരു പയ്യനാണ്. അതേപോലെ തന്നെ നല്ല കാര്യബോധവും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അതായത് വീട്ടിലത്തെ കാര്യങ്ങൾ നോക്കുന്നുണ്ടായിരുന്നു. അതുപോലെ തന്നെ പാർട്ട് ടൈം ആയിട്ടുള്ള ജോലിക്ക് പോകേണ്ടുന്നുണ്ടായിരുന്നു. അതേപോലെ തന്നെ പഠിക്കുന്നുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ നാട്ടുകാർക്കും റിലേറ്റീവ്സിനും എല്ലാവർക്കും ഷിബിലിയെ കുറിച്ച് നല്ലൊരു മതിപ്പായിരുന്നു. അതായത് തീർച്ചയായും ഈ ഒരു പയ്യൻ എവിടെയെങ്കിലും എത്തും എന്നുള്ളൊരു ചിന്ത എല്ലാവർക്കും ഉണ്ടായിരുന്നു. അതുപോലെ ഷിബിലി നല്ല മെച്യൂർഡ് ആയിട്ടുള്ള വ്യക്തിയായിരുന്നു. അതുപോലെ തന്നെ നല്ല സ്ട്രേറ്റ് ഫോർവേഡ് ആയിട്ടുള്ള ഒരാളായിരുന്നു. ഒരു സത്യസന്ധനായിട്ടുള്ള ഒരാളായിരുന്നു. അപ്പോൾ ഇത്തരത്തിൽ നല്ല സ്വഭാവങ്ങളൊക്കെ ഉള്ള ഒരാളായിരുന്നു ഷിബിലി. എന്നാൽ ഇത്തരത്തിലുള്ള സ്വഭാവങ്ങളൊക്കെ തന്നെയാണ് പിന്നീട് ആളുടെ ജീവിതത്തിൽ ഒരുപാടധികം പ്രശ്നങ്ങൾ ഉണ്ടാക്കാനും ഒരു കാരണമായത്. തൻ്റെ മകനെ തട്ടിക്കൊണ്ടുപോയ വിവരം അറിഞ്ഞ് ആകപ്പാടെ ഷിബിലിയുടെ അമ്മ തകർന്നു പോവുകയാണ്. അതിനുശേഷം വീണ്ടും ഷിബിലിയുടെ ഫോണിലോട്ട് തിരിച്ചു വിളിക്കാനായിട്ട് തുടങ്ങി. എന്നാൽ യാതൊരു റെസ്പോൺസും ഉണ്ടായില്ല. പിന്നീട് ജോലിക്ക് പോയിരുന്ന തൻ്റെ ഭർത്താവിനെ വിളിച്ചിട്ട് മകൻ ഇതേപോലെ തന്നെ ആരോ തട്ടിക്കൊണ്ടുപോയി എന്നുള്ള കാര്യം പറയുകയാണ്. ഇത് കേട്ട് പേടിച്ച ഷിബിലിയുടെ അച്ഛൻ അവിടെ നിന്ന് നേരെ വീട്ടിലോട്ട് വരികയാണ് ഉണ്ടായത്. അങ്ങനെ ഇരിക്കുന്ന ഒരു സമയത്ത് വീണ്ടും ഇതുപോലെ തന്നെ ആ നമ്പറിൽ നിന്ന് കോൾ വന്നു. അപ്പോൾ ഫോൺ എടുത്തിട്ട് അമ്മ ചോദിച്ചു നീ എവിടെയാണ്, എന്താണ് സംഭവിച്ചത്, എന്താണെന്ന് വെച്ചാൽ എന്തെങ്കിലും പറ, നമുക്ക് എന്തെങ്കിലും വഴി ഉണ്ടാക്കാമെന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു. എന്നാൽ ബാക്ക്ഗ്രൗണ്ടിൽ ഷിബിലി കരയുന്ന ഒരു സൗണ്ടായിരുന്നു കേൾക്കുന്നുണ്ടായത്. അതായത് ഷിബിലിയെ ആരോ ഉപദ്രവിക്കുന്നുണ്ട്, എന്നെ തല്ലല്ലേ, എന്നെ അടിക്കല്ലേ എന്നുള്ളൊരു രീതിയിൽ ഷിബിലി അവിടെ കിടന്ന് ഒച്ച വെച്ച് കരയുന്നുണ്ടായിരുന്നു. അപ്പോൾ ഇങ്ങനെയുള്ള ആ ഒരു സൗണ്ട് ബാക്ക്ഗ്രൗണ്ടിൽ കേൾക്കുന്നുണ്ട്. അതിൻ്റെ ഇടയിൽ വേറൊരാൾ ഈ അമ്മയുടെ അടുത്ത് സംസാരിക്കാനുണ്ടായത്. നിങ്ങളുടെ മകൻ്റെ സൗണ്ടൊക്കെ കേൾക്കുന്നില്ലേ, ഇനി നിങ്ങൾക്ക് അവനെ ജീവനോടെ വേണമെന്നുണ്ടെങ്കിൽ ഞങ്ങൾ പറയുന്നത് കേൾക്കണം എന്നായിരുന്നു ആൾ പറഞ്ഞത്. അവർ ഏകദേശം 15 ലക്ഷം രൂപയാണ് ഇനാമായിട്ട് ആവശ്യപ്പെട്ടത്. ഈ ഒരു 15 ലക്ഷത്തിൻ്റെ കണക്ക് കേട്ടപ്പോൾ പാരൻസ് ആകെപ്പാടെ ഷോക്കായി പോവുകയാണ്. കാരണം ഒരു പാവപ്പെട്ട ഫാമിലി ആയിരുന്നു അവരുടേത്. അവരുടെ കയ്യിൽ ഇത്രയും പൈസ എടുക്കാനൊന്നും ഉണ്ടായിരുന്നില്ല. ഓൾറെഡി ഷിബിലിയുടെ എന്താ പറയുക ഫീസും കാര്യങ്ങളൊന്നും കൊടുക്കാൻ പറ്റാത്തതുകൊണ്ട് ഷിബിലി ജോലിക്കൊക്കെ പോകുന്ന ഒരു സിറ്റുവേഷൻ ആയിരുന്നു ഉണ്ടായിരുന്നത്. അതിൻ്റെ ഇടയിൽ ഇത്രയും വലിയൊരു എമൗണ്ട് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവരെ കൊണ്ട് സാധിക്കാത്ത ഒന്നായിരുന്നു. എന്നാലും അവർ മറുത്തൊന്നും പറഞ്ഞില്ല. അതായത് എന്താ പറയുക, ഇനിയിപ്പോൾ എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഷിബിലിനെ കൊന്നു കളഞ്ഞാലോ എന്നുള്ളൊരു ഭയമായിരുന്നു അവർക്ക് ഉണ്ടായിരുന്നത്. അതുപോലെ തന്നെ പൈസ തന്നില്ല എന്നുണ്ടെങ്കിൽ കൊന്നുകളയും, തങ്ങളുടെ മകനെ ഇനി ജീവനോടെ കാണില്ല എന്നുള്ളൊരു ഭീഷണി കൂടി ഉണ്ടായിരുന്നല്ലോ. അങ്ങനെ ഈ ഒരു അച്ഛൻ എന്താ ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ തൻ്റെ റിലേറ്റീവ്സ്, പരിചയക്കാർ, നൈബേഴ്സ് തുടങ്ങിയിട്ടുള്ള എല്ലാവരുടെ അടുത്തുനിന്നും പൈസ കടം വാങ്ങാനുള്ള ഏർപ്പാട് ചെയ്യുകയാണ്.
അവർ കുറച്ച് ദിവസത്തെ സാവകാശം ചോദിച്ചിട്ടുണ്ടായിരുന്നു. എന്നാൽ 3 ദിവസം കഴിഞ്ഞിട്ടും ആ ഒരു എമൗണ്ട് ഒപ്പിക്കാനായിട്ട് ഈ ഒരു അച്ഛനെ കൊണ്ട് സാധിച്ചില്ല. എന്നിട്ട് എന്താ ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ കിഡ്നാപ്പേഴ്സ് കോണ്ടാക്ട് ചെയ്തപ്പോൾ തൻ്റെ അവസ്ഥ ഇയാൾ പറയുകയാണ്. അതായത് എങ്ങനെയൊക്കെ ശ്രമിച്ചിട്ടും ഇത്രയും പൈസ ഒന്നും ഒപ്പിക്കാൻ പറ്റുന്നില്ല, തൻ്റെ നിവൃത്തിയില്ലായ്മ കൊണ്ടാണ്, അപ്പോൾ തന്നെ കൊണ്ട് പറ്റുന്നത് ചെയ്യാമെന്ന് പറഞ്ഞു. അവസാനം ഈ കിഡ്നാപ്പ് ചെയ്ത ആളുകൾ 2 ലക്ഷം രൂപയിൽ ഡീൽ ഉറപ്പിക്കുകയാണ്. അതായത് 2 ലക്ഷം രൂപ നിങ്ങൾ ഞങ്ങൾക്ക് തന്നു കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഞങ്ങൾ എന്തായാലും നിങ്ങളുടെ മകനെ വെറുതെ വിടാം. ഇനിയിപ്പോൾ പോലീസിൻ്റെ അടുത്തൊക്കെ പോകാനാണ് നിങ്ങളുടെ ഉദ്ദേശം എന്നുണ്ടെന്നുണ്ടെങ്കിൽ എന്തായാലും നിങ്ങളുടെ മകനെ ഞങ്ങൾ കൊന്നുകളയുള്ളൂ എന്നുള്ളൊരു ഭീഷണി കൂടി ഉണ്ടായിരുന്നു. അങ്ങനെ ഷിബിലിയുടെ അച്ഛൻ അവിടെ നിന്ന് ഇവിടെ നിന്നൊക്കെ കടം വാങ്ങി 2 ലക്ഷം രൂപ ഒപ്പിച്ചു. ബന്ദർബൻ എന്ന് പറയുന്ന സ്ഥലത്ത് അവർ പറഞ്ഞ ലൊക്കേഷനിൽ സെപ്റ്റംബർ 4-ാം തീയതി എത്തുകയാണ്. അവർ പറഞ്ഞ ലൊക്കേഷനിൽ എത്തിയപ്പോൾ അവിടെ മുഖംമൂടി ധരിച്ച 2 ആളുകൾ ഉണ്ടായിരുന്നു. ഇയാളൊരു ബാഗിലായിരുന്നു പൈസ കൊണ്ടുവന്നിരുന്നത്. ആ ആളുകൾ അവിടെ നിന്ന് ആ ഒരു ബാഗ് വാങ്ങിയിട്ട് ഇയാളുടെ അടുത്ത് പറഞ്ഞു, നിങ്ങൾ എന്തായാലും വീട്ടിലോട്ട് പോക്കോ, നിങ്ങൾ എത്തുമ്പോഴത്തേന് ഷിബിലി എത്തുമെന്ന് പറഞ്ഞു. അപ്പോൾ ഇത് വിശ്വസിച്ചുകൊണ്ട് ഈ ഒരു അച്ഛൻ നേരെ വീട്ടിലോട്ട് തിരിച്ചു വരികയാണ് ഉണ്ടായത്. തൻ്റെ മകൻ ജീവനോടെ മടങ്ങി വരുമല്ലോ എന്നുള്ളൊരു ആശ്വാസവും ആൾക്കുണ്ടായിരുന്നു. അതിനുശേഷം അച്ഛനും അമ്മയും വാതിൽക്കൽ കാത്തു നിൽക്കുകയാണ് ഷിബിലി വരുന്നതും കാത്തിട്ട്. എന്നാൽ ആൾ വന്നില്ല. അന്നത്തെ ദിവസം കഴിഞ്ഞു, പിറ്റേ ദിവസമായി, അതുപോലെ തന്നെ ഒരു ദിവസം കൂടെ കഴിഞ്ഞു. അതായത് പൈസ കൊടുത്തിട്ട് 2-3 ദിവസം കഴിഞ്ഞിട്ട് ഷിബിലി വന്നുമില്ല. പിന്നീട് ഈ നാപ്പേഴ്സിനെ കോണ്ടാക്ട് ചെയ്യാനൊട്ടും പറ്റുന്നുമില്ല. ഇത്രത്തോളമൊക്കെ ആയപ്പോൾ ഇവർക്ക് എന്താ ചെയ്യാന്ന് യാതൊരു പിടിയുണ്ടായിരുന്നില്ല. അങ്ങനെ സെപ്റ്റംബർ 7-ാം തീയതി ഇവർ പോലീസിൽ പോയിട്ട് കംപ്ലൈൻറ്റ് ചെയ്യുകയാണ് ഉണ്ടായത്. അതായത് ഷിബിലിയെ കാണാതായിട്ട് ഏകദേശം 10 ദിവസം കഴിഞ്ഞിട്ടായിരുന്നു അവർ പോലീസ് സ്റ്റേഷനിൽ പോയിട്ട് കംപ്ലൈൻറ്റ് ചെയ്തത്. പോലീസുകാർ തന്നെ അവരുടെ അടുത്ത് ദേഷ്യപ്പെട്ടു, നിങ്ങൾ എന്താണ് ഇത്ര നേരം വൈകിയത്, കണ്ടുപിടിക്കാനുള്ള ചാൻസസ് കുറേയല്ലേ ചെയ്യുന്നത്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞു. പിന്നീട് ഡീറ്റെയിൽസ് ഒക്കെ വാങ്ങിയിട്ട് ഇൻവെസ്റ്റിഗേഷൻ ആരംഭിക്കുകയാണ്. ഷിബിലിക്ക് വല്ല ശത്രുക്കളുണ്ടോ, അല്ലാന്നുണ്ടെങ്കിൽ ആരെങ്കിലും മൂപ്പർക്ക് ദേഷ്യമായിട്ടുള്ള ആളുകളുണ്ടോ, അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം തന്നെ അന്വേഷിച്ച് നോക്കിയപ്പോൾ അവർക്ക് ആദ്യം തന്നെ പെട്ടെന്നുകൊണ്ടൊന്നും കണ്ടുപിടിക്കാനായിട്ട് സാധിച്ചില്ല. എന്നാൽ പിന്നീട് അവർക്ക് കുറച്ച് ലീഡ് ലഭിക്കുകയാണ് ഉണ്ടായത്. 11-ാം തീയതി തന്നെ ഈ ഒരു ഷിബിലിയെ കിഡ്നാപ്പ് ചെയ്ത ആളുകളെ പോലീസുകാർ അറസ്റ്റ് ചെയ്യുകയും ചെയ്തു. ടോട്ടൽ 6 പേര് കൂടി ചേർന്നിട്ടായിരുന്നു ഷിബിലിയെ കിഡ്നാപ്പ് ചെയ്തത്. അപ്പോൾ അവരെ മണിക്കൂറുകളോളം ചോദ്യം ചെയ്തതിന് ശേഷമാണ് എന്താണ് സംഭവിച്ചതെന്നുള്ളത് പോലീസിന് മനസ്സിലായത്. അപ്പോൾ ഷിബിലി ഒരു ചിക്കൻ ഫാമിൽ ജോലിക്ക് ജോയിൻ ചെയ്തിട്ടുണ്ടായിരുന്നില്ലേ, അതേ ചിക്കൻ ഫാമിൽ ഒരു 6 ട്രൈബൽ പിള്ളേർ ജോലിക്ക് വന്നിരുന്നു. അപ്പോൾ സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഷിബിലി അവിടെ മാനേജർ ആയതുകൊണ്ട് തന്നെ കാര്യങ്ങളൊക്കെ ഇങ്ങനെ നോക്കുന്നതിൻ്റെ ഇടയിൽ ഒരു ചിക്കൻ ഫുഡിൻ്റെ പാക്കറ്റും കാര്യങ്ങളൊക്കെ കാണാതാകുന്നുണ്ട്. അല്ലാന്നുണ്ടെങ്കിൽ അവിടെ വെച്ചത് കാണുന്നില്ല എന്നുള്ളൊരു കാര്യം ഈ ഒരു പയ്യൻ്റെ ശ്രദ്ധയിൽ പെടുകയാണ്. അപ്പോൾ ഈ പയ്യന് സ്വാഭാവികമായിട്ടും ഒരു സംശയം ഉണ്ടായി, ഇവിടെ പണിക്ക് നിൽക്കുന്ന 6 പയ്യന്മാരാണോ ചിക്കൻ ഫുഡ് പാക്കറ്റ്സും കാര്യങ്ങളൊക്കെ എടുത്തുകൊണ്ട് പോകുന്നത്, എന്നിട്ട് അവർ മറിച്ച് വിൽക്കുകയാണോ എന്നുള്ളൊരു ചിന്ത ഉണ്ടാവുകയാണ്. അങ്ങനെ ഒരു ദിവസം ഇത് കണ്ടുപിടിക്കാൻ തന്നെ തീരുമാനിച്ചിട്ട് സാധാരണഗതിയിൽ വീട്ടിലോട്ട് പോകുന്നത് പോലെ അഭിനയിച്ചിട്ട് അവിടെ ഒളിച്ച് നിൽക്കുകയാണ് ഉണ്ടായത്. അപ്പോൾ കറക്റ്റ് ഈ പയ്യന്മാർ വന്നിങ്ങേറ്റ് ചിക്കൻ ഫുഡ് പാക്കറ്റ്സ് എടുത്തുകൊണ്ട് പോകുന്നത് ഈ ഒരു ഷിബിലി കാണുകയാണ്. ഇതുകൂടെ കണ്ടപ്പോൾ ഷിബിലിക്ക് തൻ്റെ സംശയം ഉള്ളതാണെന്നുള്ള കാര്യം ഉറപ്പായി. അതിനുശേഷം ആ പയ്യന്മാരിങ്ങനെ പോകുന്നതിൻ്റെ ഇടയിൽ ഷിബിലി അവരുടെ മുന്നിൽ ചെന്ന് നിൽക്കുകയായിരുന്നു. എന്നിട്ട് പറഞ്ഞു, നിങ്ങൾ മുതലാളിനെ പറ്റിക്കാണ് ഈ ചെയ്യുന്നതൊക്കെ തെറ്റാണെന്നുള്ള കാര്യങ്ങൾ പറയാണ്. അതേപോലെ തന്നെ ഉടനെ തന്നെ മുതലാളിയെ വിളിക്കുകയും ചെയ്തു. എന്നിട്ട് ഇവർ ഇതേപോലുള്ള കാര്യങ്ങൾ ചെയ്തിട്ടുണ്ടെന്നുള്ളത് ഫോൺ ത്രൂ പറയുകയും ചെയ്തു. അപ്പോൾ ആ പിള്ളേരുടെ കാര്യം നോക്കുകയാണെന്നുണ്ടെങ്കിൽ അവർ ഷിബിലിയെക്കാട്ടിലും മൂത്തതായിരുന്നു. അതായത് അവർക്ക് എല്ലാവർക്കും ഒരു 25-26 വയസ്സ് പ്രായം ഉണ്ടായിരുന്നു. അപ്പോൾ നീ ഞങ്ങളെ പഠിപ്പിക്കാനായി എന്നൊക്കെ ചോദിച്ചുകൊണ്ട് ഷിബിലിനെ അവർ ഉപദ്രവിക്കാനായിട്ട് തുടങ്ങുന്ന ആ ഒരു ടൈമിൽ തന്നെ ഓണർ അങ്ങോട്ട് എത്തുകയാണ് ഉണ്ടായത്. എന്നിട്ട് അവിടെ അടിയില്ലാതെ പ്രശ്നം പരിഹരിച്ചു. എന്നിട്ട് ഈ പിള്ളേരോട് പറഞ്ഞു, ഇനി നിങ്ങളുടെ ഭാഗത്തു നിന്ന് ഇങ്ങനെ എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടാവുകയാണെന്നുണ്ടെങ്കിൽ പിന്നെ ജോലിക്ക് വരണ്ട, ഇതാണ് നിങ്ങൾക്കുള്ള ഫസ്റ്റ് ആൻഡ് ലാസ്റ്റ് വാർണിംഗ് എന്ന് പറഞ്ഞുകൊണ്ട് അവർ 6 പേരെയും പറഞ്ഞു വിടുകയാണ്. ഷിബിലി അതിനുശേഷം വീട്ടിലോട്ട് പോവുകയും ചെയ്തു. പിന്നീട് ഇതേപോലെ തന്നെ ഷിബിലി തിരിച്ചു ജോലിക്ക് വന്നു. ഇവരെല്ലാവരെയും കാണുന്നുണ്ടായിരുന്നു. അതിനുശേഷം മുന്നിൽ നടന്ന കാര്യങ്ങളൊന്നും തന്നെ ഷിബിലി മനസ്സിൽ വെച്ചിട്ടുണ്ടായിരുന്നില്ല. വളരെ കൂളായിട്ടായിരുന്നു അവരുടെ അടുത്ത് സംസാരിച്ചിരുന്നതും പെരുമാറിയിരുന്നതും ഒക്കെ. എന്നാൽ അവർ 6 പേരും ആ ഒരു പക മനസ്സിൽ തന്നെ വെച്ചിട്ടുണ്ടായിരുന്നു. കറക്റ്റ് ഒരു ടൈം കിട്ടുമ്പോൾ ഷിബിലിക്ക് പണി കൊടുക്കാനായിട്ട് അവർ നോക്കിയിരിക്കുകയായിരുന്നു. അങ്ങനെ ഇരിക്കുകയാണ് ഓഗസ്റ്റ് 28-ാം തീയതി ആകുന്നത്. അന്ന് രാത്രി ഒരു 11 മണിയൊക്കെ കഴിഞ്ഞപ്പോൾ ഷിബിലി ജോലിയൊക്കെ കഴിഞ്ഞ് വീട്ടിലോട്ട് ഇങ്ങനെ നടന്നു പോകുമായിരുന്നു. അപ്പോൾ ഇവർ 6 പേരും ബാക്കിൽ ഒരു കാറുമായിട്ട് വരികയാണ്. അതിനുശേഷം ഷിബിലിയുടെ അടുത്ത് വെച്ച് കാറ് നിർത്തി പിന്നീട് ഷിബിലിയെ അടിച്ച് ആ ഒരു കാറിൻ്റെ ഉള്ളിലോട്ട് കയറ്റുകയാണ് ഉണ്ടായത്. അതിനുശേഷം ആ ഒരു കാറിൽ നിന്നുമാണ് ഷിബിലിയുടെ ആദ്യത്തെ കോള് അമ്മക്ക് പോകുന്നത്. ഇവർ പറഞ്ഞതിനനുസരിച്ചിട്ട് അവർ പറഞ്ഞ പോലുള്ള കാര്യങ്ങളായിരുന്നു ആദ്യത്തെ കോളിൽ ഷിബിലി അമ്മയുടെ അടുത്ത് പറഞ്ഞത്. കോഡൽപൂർ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സ്ഥലത്തോട്ടായിരുന്നു കാറ് പോയത്. അപ്പോൾ ആ ഒരു കാറിൽ വെച്ചാണ് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇങ്ങനെയുള്ള കോള് നടക്കുന്നത്. അതിനുശേഷമാണ് ഞാൻ ഇൻട്രോയിൽ പറഞ്ഞിട്ടുള്ള കംപ്ലീറ്റ് കാര്യങ്ങൾ നടക്കുന്നത്.
പിന്നീട് ഇവർ പൈസയും കാര്യങ്ങളൊക്കെ കൊടുത്തല്ലോ. ആ പൈസ ഒക്കെ കൊടുത്തതിന് ശേഷം ഇവർ 6 പേരിൽ 5 പേരും പറഞ്ഞൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഓക്കെ ഇനി നമുക്ക് ഷിബിലിനെ വിടാം, നമുക്ക് പൈസ ഒക്കെ കിട്ടിയല്ലോ എന്നുള്ളതാണ്. എന്നാൽ ഒരാൾ മാത്രം അതിന് എതിര് പറയുകയാണ്. ഉമോങ് സിംഗ് മർമ എന്നായിരുന്നു ആളുടെ പേര്. അപ്പോൾ ആൾ പറഞ്ഞെന്താണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളിപ്പോൾ പയ്യനെ വിട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവൻ പോലീസിൻ്റെ അടുത്ത് പോകും, നമ്മളെല്ലാവരും പിടിക്കപ്പെടും, അങ്ങനെയുള്ള കാര്യങ്ങൾ പറഞ്ഞു. അപ്പോൾ ബാക്കിയുള്ളവർക്കും അത് ശരിയാണെന്ന് തോന്നി. അവസാനം ഇവർ വേറൊരു പ്ലാൻ ഇടുകയാണ്. അതായത് ഷിബിലിയെ കൊന്നുകളഞ്ഞാൽ പിന്നെ തങ്ങളിലോട്ട് എത്തില്ലല്ലോ എന്നുള്ളൊരു ചിന്തയായിരുന്നു അവർക്കുണ്ടായത്. അങ്ങനെയാണ് അവർ ഷിബിലിയുടെ കഴുത്തറുത്ത് കൊലപ്പെടുത്തുന്നതും പിന്നീട് ആ ഒരു ബോഡി ഇലയിൽ പൊതിഞ്ഞിട്ട് ഒരു മലയുടെ അടുത്ത് കൊണ്ടുപോയിട്ട് ഡിസ്പോസ് ചെയ്യുന്നതും. അങ്ങനെ പോലീസുകാർ ആ ബോഡി ഡിസ്പോസ് ചെയ്ത് എവിടെയാണെന്ന് ചോദിച്ച ഒരു ലൊക്കേഷനും കാര്യങ്ങളെല്ലാം തന്നെ പറഞ്ഞു കൊടുത്തു. ഇവിടം കൊണ്ട് കേസ് തീർന്നില്ല. ഇനിയാണ് ഇതിലും ഭീകരമായിട്ടുള്ള ഒരു ട്വിസ്റ്റ് ഈ ഒരു കേസിൽ നടക്കുന്നത്. പോലീസുകാർ ആ ഒരു ഏരിയയിൽ ചെന്നിങ്ങേര് നോക്കിയപ്പോൾ അവർക്ക് എല്ലുകളാണ് കിട്ടിയത്. ഇത് കണ്ട് പോലീസുകാർ തന്നെ ഞെട്ടിപ്പോയി. കാരണം ഒരു ബോഡി ഇത്ര പെട്ടെന്ന് ഡീകമ്പോസ് ആകില്ല. അപ്പോൾ ഇതെന്താണ് ഇത്ര പെട്ടെന്ന് എല്ലുകൾ മാത്രം ആയത് എന്നുള്ളൊരു സംശയം പോലീസിന് ഉണ്ടാവുകയാണ്. അങ്ങനെ വീണ്ടും ഇവരെ നല്ല രീതിയിൽ പോലീസുകാർ ചോദ്യം ചെയ്യുകയാണ്. അപ്പോഴാണ് മറ്റൊരു സ്റ്റോറി കൂടെ ഇതിൻ്റെ ഇടയിൽ നിന്നും പുറത്തോട്ട് വരുന്നത്. സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഷിബിലിയെ കൊലപ്പെടുത്തിയതിന് ശേഷം ബോഡി ഡിസ്പോസ് ചെയ്യണമല്ലോ. അപ്പോൾ ഇത് ആരുടെ ബോഡിയാണെന്ന് തിരിച്ചറിയരുത്. അതിന് വേണ്ടിയിട്ട് ആദ്യം തന്നെ ഒരു എന്താ ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മുഖം ചതച്ചു. എന്നാൽ ഇതൊന്നും പോരാ എന്ന് കരുതിയിട്ട് അടുത്തതായിട്ട് ഇവർ ബോഡി പീസാക്കുകയാണ് ഉണ്ടായത്. അതിനുശേഷം പിന്നീട് വേഗം ഡീകമ്പോസ് ആകുന്നതിന് വേണ്ടിയിട്ട് ഇവർ എല്ലിൽ നിന്നും മാംസം വേർപ്പെടുത്തി. അതായത് വേറെ ഇങ്ങനെ പീസാക്കിയിട്ട് മാംസം വേറെ എല്ല് വേറെ ആക്കി കൊന്നു. ഇത്രയൊക്കെ ചെയ്തിട്ടും ദേഷ്യം തീരാഞ്ഞ ഉമോങ് സിംഗ് മർമ എന്ന് പറയുന്ന ആ ഒരു പയ്യൻ പിന്നീട് ആ ബോഡി പാർട്സ് എന്താ പറയുക കുക്ക് ചെയ്ത് കഴിച്ചു എന്നാണ് പറയുന്നത്. അതിനുശേഷം ബാക്കിയുണ്ടായിരുന്ന പാർട്സ് എല്ലാം കൂടിയാണ് ഇതേപോലെ തന്നെ ഇലയിൽ പൊതിഞ്ഞ് ആ ഒരു മലയുടെ അവിടെ കൊണ്ടുപോയി ഡിസ്പോസ് ചെയ്തിട്ടുണ്ടായത്. കിട്ടിയ ബോഡി റിമൈൻസും മറ്റുമൊക്കെ ലാബിലോട്ട് അയച്ച് പരിശോധിച്ചപ്പോൾ അത് ഷിബിലിയുടേത് തന്നെയാണെന്ന് കൺഫേം ആവുകയാണ്. ഇതൊക്കെ കൂടെ അറിഞ്ഞപ്പോൾ ആകെപ്പാടെ ഷിബിലിയുടെ പാരൻസ് തകർന്നു പോവുകയാണ്. പിന്നീട് ഈ കേസിൽ വേറൊരു കാര്യം ഉണ്ടായിരുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഉമോങ് സിംഗ് മർമ എന്ന് പറഞ്ഞിട്ടുള്ള ആളെ പോലീസുകാർ കോർട്ടിലോട്ട് കൊണ്ടുപോവുകയായിരുന്നു. ആ ഒരു സമയത്ത് നാട്ടുകാർ ആ ജീപ്പ് തടയാനുണ്ടായിരുന്നത്. ആ ജീപ്പിലാകെപ്പാടെ 3 പോലീസുകാരുണ്ടായിരുന്നു. നാട്ടുകാർ പോലീസുകാരെ ഓവർ പവർ ചെയ്തിട്ട് ഇയാളെടുത്തിട്ട് അടിക്കാനുണ്ടായത്. അയാളെ നാട്ടുകാർ കൂട്ടമായിട്ട് ആക്രമിച്ചതിൽ ആ ഒരു സ്പോട്ടിൽ വെച്ച് തന്നെ ആള് മരണപ്പെടുകയും ചെയ്തു. ബാക്കിയുള്ളവർ ജയിലിലാണ്. കേസ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണെന്നാണ് അറിയാനായിട്ട് സാധിച്ചിട്ടുള്ളത്. അപ്പോൾ ഇന്നത്തെ ഈ ഒരു വീഡിയോയിൽ ഇത്രയൊക്കെ തന്നെയാണ് പറയാനുള്ളത്. ഈ ഒരു സ്റ്റോറി കേട്ടപ്പോൾ നിങ്ങൾക്ക് എന്താണ് തോന്നിയത്? നിങ്ങളുടെ തോട്ട്സും മറ്റും എന്തൊക്കെയാണെന്നുണ്ടെന്നുണ്ടെങ്കിലും താഴെ കമൻറ്റുകളായിട്ട് രേഖപ്പെടുത്താനായിട്ട് ശ്രമിക്കുക. അപ്പോൾ ആൻഡ് ഇറ്റ്സ് മീ സൈനിങ് ഓഫ്. Peace. Stay peaceful, guys. Stay safe.